ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാവരും പ്രതീക്ഷിച്ചു നിന്നത് മോഹൻലാൽ മമ്മൂട്ടി ഇവരെന്ത് പറയുന്നതാണ്. ഇതിലിപ്പോൾ ലാലേട്ടനെ കൂടുതൽ പ്രതീക്ഷിക്കാൻ കാരണം AMMയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ്, ഇപ്പോൾ രാജിവെച്ചു. പക്ഷെ സ്റ്റിൽ ലാലേട്ടൻ എന്ത് പറയുന്നു, ഒരു റെസ്പോൺസിബിൾ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, സിനിമാക്കാരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വലിയൊരു കോൺട്രവേഴ്ഷ്യൽ റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അപ്പോൾ ലാലേട്ടൻ എന്ത് പറയുന്നു പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് നാളെ, അതായത് ഇന്ന് ലാലേട്ടൻ പത്രമാധ്യമങ്ങളെ കാണുന്നുള്ള വാർത്ത വന്നത്. നിങ്ങളെ പ്രതീക്ഷയിൽ ലാലേട്ടൻ എന്ത് പറയും? ലാലേട്ടൻ ഒന്നും പറയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും പറയില്ല, ഒന്നും പറയില്ല, ഒന്നും വിട്ടു പറയാൻ പോകുന്നത് മറ്റേ തന്നെ എന്താ മോനെ ആ സ്കീമിൽ അങ്ങനെ. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ലാലേട്ടൻ എന്ത് പറയുന്നോ മമ്മൂട്ടി എന്ത് പറയുന്നോ എന്നുള്ളത് നോക്കാതെ സെപ്റ്റംബർ 10 ഹൈക്കോടതി എന്ത് പറയുമെന്ന് നോക്കുക. കാരണം ആ റിപ്പോർട്ടിന്റെ പൂർണ്ണ പകർപ്പ് വരാനുണ്ട്. ഇപ്പോഴും ഈ റിപ്പോർട്ടിനെ കുറിച്ചല്ല ഇപ്പൊ ചർച്ച നടക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പറയാതെ, ഈ റിപ്പോർട്ടിൽ പോലും പറയാത്ത ആൾക്കാരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളത്, മൊഴി കൊടുക്കുന്നത്. നമ്മൾ ആദ്യം തുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, കുറെ ഭാഗങ്ങളൊക്കെ ഇതിന് വെട്ടിമാറ്റി, പേരുകൾ എവിടെയില്ല. അപ്പൊ തന്നെ ചർച്ചകൾ മുറുകി തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് വഴി തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പ് പോലും എനിക്ക് തോന്നി. അതെ, 100%. അതായത് കുറെ പഴയ കേസുകൾ, ഓൾറെഡി കേസുകളായി ആരോപണങ്ങളായി നിന്ന കാര്യങ്ങൾ, ജൂനിയർ ആർട്ടിസ്റ്റുമാരായുള്ള കുറെ പേര് വരുന്നു, കുറച്ച് ആളുകളെ കുറിച്ച് പറയുന്നു. അതിൽ ജെനുവിൻ ഏതാ ഫേക്ക് ഏതാന്ന് മനസ്സിലാവാത്ത അത്രയും രീതിയിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നു. പത്രമാധ്യമങ്ങൾ അത് മൊത്തം എടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മളടക്കം, അപ്പം ഞാനടക്കമുള്ളവർ അത് ഡിസ്കസ് ചെയ്യുന്നു. വേറൊരു ന്യൂസ് മുന്നിലേക്ക് വരാതെ ആവുന്നു. ഇപ്പോൾ വീണ്ടും ടേൺ അടിച്ചിട്ട് കാര്യങ്ങൾ വീണ്ടും ഒന്നിങ്ങനെ ഡൗണായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴിവിടെ എവിടെയും കാദർഭായി പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കോർ എന്താ, അതിലാരൊക്കെ സബ്മിറ്റ് ചെയ്ത അവരുടെ പ്രൂഫുകളടക്കം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റൽ പ്രൂഫ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷനും ഇല്ല. അല്ല, ഇതിൽ എന്താ പറയുക, പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇപ്പം മുകേഷ് ഒരു MLA ആണ്. അയാൾ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ BJP ഏത് പാർട്ടിയുടെ MLA ആയിക്കൊള്ളട്ടെ, അയാൾ നിലവിൽ CPMൻ്റെ MLA ആണ്. അയാൾ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ പവർ ടീം മനസ്സിലാവും. അല്ല, ആ പവർ ടീം എന്ന് മനസ്സിലാവും എന്ന് മാത്രമല്ല, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് 10-ാം തീയതി ആവട്ടെ എന്നുള്ളതാണ്. 10-ാം തീയതിക്ക് ശേഷം തീരുമാനിക്കാം. കാരണം 10-ാം തീയതിന്റെ പൂർണ്ണ പകർപ്പ് പുറത്തു വരുമ്പോൾ വൻ സ്റ്റോറി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നാൽ അതാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ലാലേട്ടൻ പറഞ്ഞതിലേക്ക് പോവാം. ലാലേട്ടൻ ഇന്ന് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് അതിന്റെ ഇനാഗ്രേഷൻ ഫംഗ്ഷനാണ് അങ്ങേര് അവിടെ പോയി അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഉറപ്പാണ് എന്താണെങ്കിലും പത്രമാധ്യമങ്ങൾ മൂപ്പരെ വിളിച്ച് നിർത്തി കാര്യങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങേര് എന്താണ് പറഞ്ഞെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു സാധനം ഞാനിവിടെ വെക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വേണം. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. മലയാള സിനിമയെ തകർക്കരുത്. ഇപ്പോഴത്തെ വിവാദങ്ങൾ ദൗർഭാഗ്യകരം. മറുപടി പറയേണ്ടത് AMM മാത്രമല്ല. പ്രതികരണം വൈകിയതിന് വ്യക്തിപരമായി കാരണങ്ങളാൽ തോൽവിയും ഒളിച്ചോട്ടവുമല്ല. സിനിമയിലെ ശുദ്ധീകരണം ഇവിടെ തുടങ്ങാം. ഇത്തരം സംഭവങ്ങൾ സിനിമയിൽ മാത്രമല്ല. പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല, ഞാൻ അതിൽപ്പെട്ട ആളല്ല. AMMയിൽ രാജി ഒന്നിച്ചെടുത്ത തീരുമാനം. തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് അന്യരായി പോയത്? ഇതിലെവിടെയെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആക്ച്വലി സ്റ്റിൽ സായി പറഞ്ഞതാണ് ശരി. മോഹൻലാൽ ഇവിടെ എവിടെയും ഹേമ കമ്മിറ്റിയിലെ ഉള്ളടക്കത്തെ കുറിച്ച് പറയുന്നില്ല. മീഡിയയും ആരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അകത്തുള്ളത് പറയുന്നില്ല. ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. ഈ വരുന്ന ആളുകളിൽ പലർക്കും സുതാര്യത കുറവുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ ഇഷ്യൂ ഫേസ്ഡ് ബൈ വുമൺ ഇൻ സിനിമ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. 52ാമത്തെ പോയിന്റ് ആട്ടോ. ഈ പോയിന്റിനകത്ത് എഴുതി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. സെക്ഷൽ ഡിമാൻഡ്സ് മെയ്ഡ് ഓൺ വുമൺ ഫോർ ദി വെരി എൻട്രി ഇൻ സിനിമ ആൻഡ് ഫോർ ഗെറ്റിംഗ് ചാൻസസ് വർക്ക് ഇൻ സിനിമ. ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ്. ഇതിൽ ഈ ഇൻഡസ്ട്രിക്കകത്തുള്ള ഡിസിപ്ലിനെ കുറിച്ചിട്ട് വരെ പറയുന്നുണ്ട്. കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ് എല്ലാം പറയുന്നുണ്ട് ഇതിൽ. അല്ല, ഇത് പറയുമ്പോൾ തന്നെ ഒരു ടോയ്ലറ്റിനെ കുറിച്ച് വരെ പരാമർശം എല്ലാം പറയുന്നുണ്ട്. ടോയ്ലറ്റ് സമയം ഇപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറയുന്ന സിനിമയിൽ ഞാനുണ്ടായിരുന്നു. സായിക്കറിയാലോ, മഹേഷ് നാരായണൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് ടേക്ക് ഓഫ് സെറ്റിൽ. അവിടെ സ്ത്രീകൾക്ക് എന്നല്ല, പുരുഷന്മാർക്ക് എടുക്കുന്ന ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഒരുപാട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, ഇതെന്താ ഇവർക്കൊന്നും ടോയ്ലറ്റ് ഇല്ലാത്തത്? എന്നിട്ട് പ്രശ്നമാക്കിയിട്ടാണ് ടോയ്ലറ്റ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, എന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സിനിമാ മേഖലയിൽ താരരാജാക്കന്മാർക്കും താരപ്രൗഢിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഫെസിലിറ്റി ഉള്ളത്. അവിടെ സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, ആർക്കും കിട്ടുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ലാലേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാട്ടോ. ഞാൻ ആദ്യം മുതൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു.
കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഞാനാണ് അതിൻ്റെ പ്രസിഡന്റ്. എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു വൈമുഖ്യം ഞാൻ അവരെ അറിയിച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞാൻ അതിൽ നിന്നത്. പക്ഷെ ഇപ്പം എന്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി, ഞങ്ങളെല്ലാവരും മാറി എന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ്. കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രമല്ല ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം എന്നെക്കാളും കൂടുതൽ. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒരുമിച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. എന്തിനും ഏതിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അതിൽ തെറ്റുകളുണ്ടാകാം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഇത് എല്ലാവർക്കും തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദിയായി മാറണം. എല്ലാത്തിനും നമ്മളല്ലല്ലോ ആൻസർ ചെയ്യുന്നത്. ഒരു സംഭവം നടന്നാൽ അതിൽ അമ്മ എന്ന് പറയുന്ന സംഘടന അല്ല ആൻസർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ശരങ്ങൾ വരുന്നത് എന്നിലേക്കും എൻ്റെ കൂടെ ഉള്ള ബാക്കിയുള്ള ആൾക്കാരിലേക്കും. ഞാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സും അതിലെ സിനിമയിലെ തലമൂത്ത ആൾക്കാരുമായിട്ടും അതിൻ്റെ ബാക്കി മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായിട്ട് സംസാരിച്ചെടുത്തൊരു തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കാം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും നിർത്തിക്കൊണ്ടല്ല. അല്ല, എന്താ പറയുക, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംഘടനയുടെ ചുമതലയിൽ ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയൊരു പ്രഷർ ഒരിക്കലും മോഹൻലാലിന് താങ്ങാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ അറിഞ്ഞതാണത്. അതെ, നമ്മളൊക്കെ ഒരു സംഘടനയുടെ ഭാരവാഹികളാണ്. ഒരു പ്രശ്നം ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരിത് പിരിച്ചു വിടുകയല്ലായിരുന്നു വേണ്ടത്. അല്ല, ഈ പിരിച്ചു വിട്ടതിന്റെ ബാക്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ പറയട്ടെ, ഇതിന്റെ ബൈലോല് പിരിച്ച് ഞാൻ അറിഞ്ഞ കാര്യം പറയാണ്. പിരിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയോ? 3 മാസം കഴിഞ്ഞിട്ട് ഇവർ സ്വമേധയെ രാജിവെക്കില്ല. ഈ സ്വമേധയെ രാജിവെച്ചാൽ പോലും രാജിവെച്ചാൽ എന്താ കുറ്റസമ്മതമാണ്. ഇത് പിരിച്ചു വിട്ടാൽ 3 മാസം കഴിഞ്ഞിട്ട് ഇനി ഒരു ഇലക്ഷൻ വരുമ്പോൾ കുറ്റാരോപിതരായ ആളുകളുടെ കേസ് നടക്കുകയാണ്. കോടതിയിൽ ഇത് വന്നിട്ടില്ല. സ്റ്റിൽ കേസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ബാബുരാജിനും സിദ്ദിഖിനും ബാക്കി ആരൊക്കെയാണോ ഇടവേളബാബു ഇല്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം? മുകേഷ് വീണ്ടും മത്സരിക്കാം. അല്ല, ഇത് അതാണ് അതിന്റെ മെയിൻ. അല്ല, ഇവരെന്താ പറയുക വിഷയം, ഇവരിപ്പോൾ സത്യത്തിൽ കൈയൊഴിഞ്ഞു പോയിരിക്കുകയാണ്. കാരണം ഇവർ സെപ്റ്റംബർ 10 പേടിക്കുന്നുണ്ട്. സെപ്റ്റംബർ 10 ഹൈക്കോടതി ഇതിൻ്റെ പൂർണ്ണ രൂപവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡയറക്ട്ലി ആ പറഞ്ഞിട്ടുള്ള പരാമർശങ്ങളിലുള്ള എല്ലാവർക്കെതിരെ കേസെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രമുഖർക്കെതിരെ. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ സബ്മിറ്റ് ചെയ്ത സമയത്ത് ഡിജിറ്റൽ എവിഡൻസ് അടക്കം വെച്ചിട്ടുള്ളത് ആളുകളെ പേരും ഉണ്ടാവും. അതെ, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കോർട്ടിൽ ഒരു കേസ് എങ്ങനെയാണ് സായി വരിക? ആ കോടതി ആ കേസ് പഠിച്ചിട്ട് പറയും ഇതിൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഓക്കെ, ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും പരിശോധിച്ച് കേസെടുക്കുക എന്ന് കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 17 വയസ്സുകാരിയോട് അശ്ലീലമായ ഒരു നടൻ പെരുമാറി എങ്കിൽ പോക്സോ ഇടേണ്ടി വരും. അതുപോലെ തന്നെ കൈപിടിച്ചു 354A അല്ലെങ്കിൽ ലൈംഗികമായി 376 എന്തായാലും പെടും. അപ്പോൾ 10-ാം തീയതി വരെ ഇവർ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, ഹൈക്കോടതി ഇതിൽ എന്തു പറയുന്നു എന്നുള്ളതാണ്. മീഡിയ ഇതിൽ എന്ത് പറയുന്നു എന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇതിൽ എന്ത് പറയുന്നു ഒന്നും ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ കോടതിയുടെ വെർഡിക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ലാലേട്ട ഈ പറഞ്ഞ കാര്യത്തിൽ മൂപ്പരെന്താ ചെയ്തറിയോ? ഇപ്പോൾ മീഡിയനെ അടക്കാണ് കൂട്ടിപ്പിടിച്ചു. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഇങ്ങനെ ഒരു പിടുത്തോ, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഇതെല്ലാവരുടെയും പ്രശ്നമല്ലേ? നമുക്ക് എന്താ ഒറ്റക്കെട്ടായി നിന്നൂടെ? പിന്നെ മൂപ്പര് അമ്മയിലെ സംഘടന മുന്നോട്ട് ചെയ്യുന്ന ചാരിറ്റീനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ മൂപ്പരുടെ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചു. പിന്നെ പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് പറയുന്നു. അങ്ങനെ കമ്മിറ്റ്മെന്റ്സ് ഉള്ളത് കൊണ്ട് മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വേർഷനൊക്കെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയാലും ശരിക്കും അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ലാലേട്ടൻ വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നെങ്കിൽ, പൃഥ്വിരാജൊക്കെ ഫേസ് ചെയ്തതുപോലെ ഫേസ് ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ലാലേട്ടൻ ഇത്ര ഒരു ക്രിറ്റിസിസം വരില്ലായിരുന്നു. ഇത് ഭയങ്കര ക്രിറ്റിസിസം, നാട്ടുകാർ ഭയങ്കരമായിട്ട് വിമർശനമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് പെട്ടെന്ന് ഇതൊരു ഇൻഡസ്ട്രി തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇത്ര 10,000-കണക്കിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നത്. എൻ്റെ ജീവിതം തുടങ്ങുന്നത് മദ്രാസിൽ നിന്നാണ്. അന്നൊന്നും ഒരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ല. ആ സൗകര്യങ്ങളിൽ നിന്ന് പിന്നെ മലയാളം എൻറ്റിറ്റി വൈസ് ചെറിയൊരു സ്ഥലമാണ് കേരളം. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല, വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാണ്, ഉള്ള ഇൻഡസ്ട്രിയാണ്, ഉണ്ടാകാൻ പോകുന്ന ഇൻഡസ്ട്രി. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ
ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം എല്ലായിടത്തും ഇതിന് പുറകെ ഒരു സർക്കാരുണ്ട്, അവർ നിയമിച്ചൊരു കമ്മിറ്റിയുണ്ട്, സർക്കാർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, പോലീസുണ്ട്. ഇതിൽ ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്നവർക്ക് പിന്നാലെ പോലീസുണ്ട്, അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോടതി വരെ നടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിൽ ആധികാരികമായിട്ട് ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കാണ് അല്ല എന്ന് പറയാൻ ഉള്ളൊരു അവസരം എനിക്കില്ല, ഞാൻ പറയില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ദയവ് ചെയ്ത് നിങ്ങൾ ആലോചിക്കൂ, എത്രയോ 10,000-കണക്കിന് ജോലിക്കാരുള്ള ഒരു വലിയ സംഘടനയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രി. അത് മുന്നോട്ട് ചലിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് വളരെ നിശ്ചലമായി ശരി ഇതിപ്പോ തകർത്തത് ഇവിടുത്തെ നാട്ടുകാരോ പത്രമാധ്യമങ്ങളാണോ? അല്ലല്ലോ. കൂടെ ഒപ്പം നിൽക്കുന്നവര്, അതായത് ഈ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ വളരെ മോശമായിട്ടുള്ള പ്രവർത്തികൾ മൂലം ആണ് എന്ത് വന്നേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോയേ. 2017 നടി ആക്രമിക്കപ്പെട്ട ഒരു സമയത്ത് അത് മര്യാദയ്ക്ക് ഡീൽ ചെയ്തിരുന്നു ഇവർ. ഇതത് മര്യാദയ്ക്ക് അതിലൊരു റെസ്പോൺസ് കൊടുത്തിരുന്നു. ഒരു എന്താ പറയുക, വളരെ ഓർഗാനിക് ഇപ്പോൾ ഒരു സംഘടന എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു ആരോപണം, ഒരു വ്യക്തി, ഒരു നടന് നേരെ വരുന്നു, ഒരു നടി ആക്രമിക്കപ്പെടുന്നു, അത് ആ രീതിയിൽ റെസ്പോൺസിബിളായി കൈകാര്യം ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ലായിരുന്നു? ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അന്ന് കുറേ ആൾക്കാർ ഒരാളുടെ ഭാഗത്ത്, കുറേ ആൾക്കാർ മറ്റേ സ്റ്റേജ് കാണുമ്പോൾ മാത്രം ഇരയ്ക്കൊപ്പം. ഈ ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ട് എന്തായി, കാര്യങ്ങൾ നേരെ മറിഞ്ഞ് ആ ലേഡി വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പോരാടി. അവരെ കൂട്ടത്തിലേക്ക് WCC എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് അവർ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞ് ഇത് ശരിക്കും സംഭവിക്കാൻ കാരണം ഇവർ തന്നെയല്ലേ. ഇതിൽ വളരെ പ്രധാനപ്പെട്ട മൂപ്പരിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രഞ്ജിത്തിനെതിരെ മൊഴി കൊടുത്തൊരു യുവാവുണ്ടല്ലോ, ആ യുവാവ് ആരായിക്കൊള്ളട്ടെ, യുവാവിൻ്റെ കുടുംബം എന്നെ വിളിച്ചിരുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ ആ യുവാവ് പറഞ്ഞൊരു കാര്യത്തിലൊരു പോയിന്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല, നല്ല മോശം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ അയാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ വിഷയം രഞ്ജിത്തിനെതിരെയുള്ള ഈ വിഷയം ഞാൻ പോയി ഇടവേള ബാബുവിനോട് പറഞ്ഞു. ഒരു കമ്മിറ്റിയിലുള്ള ഒരു സെക്രട്ടറി എടുത്ത് പോയിട്ട് എനിക്കിങ്ങനെ ഒരു പീഡനം ഉണ്ടായി എന്ന് അയാൾ പോയി പറയുമ്പോൾ ഇടവേള ബാബു പറഞ്ഞു അത്രേ, എനിക്ക് ഒന്ന് തന്നൂടെ. അപ്പൊ ഇങ്ങനെ ഒരു ലാലേട്ടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രശ്നം പരിഹരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ്. നിങ്ങളുടെ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ അടുത്ത് വരുമ്പോൾ പ്രശ്നം പരിഹരിക്കുന്നതല്ല, അവരുടെ ശാരീരിക ഇച്ഛ പരിഹരിക്കുന്നതിലാണ് അവർ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത്. ലാലേട്ട ശരിക്കും പെട്ടത് എവിടെ അറിയോ? ഇപ്പുറത്ത് സിദ്ദിഖ് പോണു, കുറച്ച് കഴിഞ്ഞപ്പോ മുകേഷ് പോണു, ഇടവേള ബാബു പോണു, മണിപിള്ള രാജു പോണു, ബാബുരാജ് പോണു. എല്ലാരും പോയല്ലോ. എല്ലാവരും പോയി. അല്ല, ഈ മുകേഷിന്റെ രാജി, MLA സ്ഥാനം മുകേഷിന്റെ രാജി വെക്കുന്നില്ല എന്ന് പറയുന്നതിന് രാഷ്ട്രീയപരമായിട്ട് CPM കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം, ആ സീറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ ഫണ്ട് മുടക്കിയത് ഈ MLAക്കാണ്. ഏറ്റവും കൂടുതൽ മുടക്കിയതിൽ ആളുകളിൽ ഒന്ന് ഇതേമാണ് MP ഇലക്ഷനിൽ 76 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരെന്താണെങ്കിലും കളയൂല. അല്ല, അങ്ങനെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് 2 മണ്ഡലങ്ങളിലായിട്ട് 1,40,00,000 ഉറപ്പുണ്ട്. KC വേണുഗോപാലിന് 70 ലക്ഷത്തിന് മുകളിൽ മുടക്കിയിട്ടുണ്ട്. ഇവര് മുടക്കിയതിൽ ഏറ്റവും കൂടുതൽ മുകേഷാണ്. പിന്നെ അത് പ്രതീക്ഷിക്കണ്ടല്ലോ, നടക്കുന്നു തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഇടതുപക്ഷത്തിന് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് എന്താ പറയുക, അത് ഇവരിതിൽ റിയാക്ട് ചെയ്യാതെ ഇരിക്കും തോറും ആളുകളുടെ ഒരു വെറുപ്പ് അവരിലേക്ക് ഒരു ഞാൻ ഞെട്ടിപ്പോകുന്നത് എവിടെയാണ് സ്വരാജ് എന്നുള്ളതാണ്. M സ്വരാജിനെ പോലെയുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള കൃത്യമായി കാര്യങ്ങളെ പറയുന്ന ഒരാൾ എവിടെ പോയി വരാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ലാലേട്ടൻ തന്നെ ഇപ്പൊ ഇങ്ങനെ വന്ന് താന്ന് വണങ്ങി ഹംബിളിങ് എത്രത്തോളം പാവമായിട്ട് പറയാൻ പറ്റും, അങ്ങനെയാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞുകൊണ്ട്. അതായത് മൂപ്പര് ഇതിന് വേറൊരു ഫേസാ കൊടുക്കണേ. പൃഥ്വിരാജ് വെച്ചതെന്ന് പറഞ്ഞൊരു കട്ടൺ റൈറ്റ് സാധനമാണ്. കട്ടൺ റൈറ്റ് സാധനമാണ്. ഒരു 90%, 10% മൂപ്പര് എന്തായാലും ഉഴപ്പി. ഒരു കട്ടൺ റൈറ്റ് സാധനം 90% വെച്ചു. ലാലേട്ടൻ ഇവിടെ വന്ന ആളുകളോടും പത്രമാധ്യമങ്ങളോടും അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ വെറുതെ വിടണേ,
അതെ. ഞങ്ങളൊന്നും എനിക്കിത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നല്ല. അല്ല, ഇത്രയും ഈ ഇന്ത്യ കണ്ട ഒരു മഹാവിസ്മയം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മോട്ടിവേഷനായി മാറിയിട്ടുള്ള ഒരു നടന വിസ്മയം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എത്ര ബലഹീനതയായിട്ടാണ് എന്ന്. വളരെ സോഫ്റ്റ് ആയിട്ട്, ചിലപ്പോൾ പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പറയുന്ന പോലെയോ അതെ ഒന്നും ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ പറയണമെന്നില്ല. ലാലേട്ടൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പക്ഷെ സ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിലെ പോയിന്റ്സും അതിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബേസിക്കലി ഒരു സംഘടനാ പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ കേസ് എടുത്ത് അന്വേഷിക്കൂ എന്ന് ആദ്യം പറഞ്ഞാൽ എന്താ, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വന്നിട്ട് മൂപ്പര് പറയുന്നത് ഇതൊക്കെ കോടതിയും പോലീസും നമ്മളല്ല. അതെ, ആ സ്റ്റാൻഡാണ്. ഒരുപാട് ആൾക്കാർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടില്ലേ, ഞങ്ങൾ എന്താകും, അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ ഞങ്ങളാണ് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. ഇൻഷുറൻസ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ ശരീരം പോലും വിട്ടുകൊടുക്കില്ല, ഞങ്ങളാണ് പോയി എടുക്കുക. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനെന്നല്ല അർത്ഥം, ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു അസോസിയേഷൻ. അമ്മ അസോസിയേഷന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്, അല്ലെങ്കിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാനെടുത്ത തീരുമാനം, ഞങ്ങളെടുത്ത തീരുമാനം, നമുക്കിതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരുപാട് പേര് പറയുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തത് ശരിയായില്ല. അവർ വരട്ടെ മുന്നോട്ട്, ഒരു ഇലക്ഷൻ വെക്കാം, ഒരു ജനറൽ ബോഡി വിളിക്കാം, അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനത്തേക്ക് മത്സരിക്കാം. ഇനി മത്സരിക്കാതെ ഒരു തീരുമാനമെടുക്കാം, അവർക്ക് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ ഞങ്ങളെക്കാട്ടിലും മുന്നോട്ട് നയിക്കാം. ഇത് തോൽവിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ എന്നല്ല, ദൈവീത മനസ്സിലാക്കുക. ഇവിടെ വീണ്ടും നിന്നതിൽ വീണ്ടും ആ ആരോപണങ്ങൾ മുഴുവൻ ഞങ്ങളിലേക്കാണ് വരുന്നത്, അൺനെസസറി ആയിട്ട്. അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമുക്ക് ഈ മലയാള സിനിമയെ തീർച്ചയായിട്ടും രക്ഷിക്കണം. എന്താണ് അതിലോട്ടുള്ള കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് പോസിബിലിറ്റീസാണ് അവർ പറയുന്നത്. മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ എടുത്ത നല്ല തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ അത് വരട്ടെ, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ ഇത്തരം കാര്യങ്ങളെക്കാളും കൂടുതൽ എങ്ങനെയാണ് നമുക്ക് ഒരു നല്ല ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോസിബിലിറ്റീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് വരട്ടെ, അതിൽ ഇത്തരം കാര്യങ്ങളല്ലാതെ അതിൽ പറഞ്ഞ ഈ ഇൻഡസ്ട്രി അതായത് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ഗുരുതര ആരോപണങ്ങളും ഹേമ കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളും മൂപ്പര് മാറ്റി നിർത്തി. എന്നിട്ട് പറയുന്നത് എന്താ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഇൻഡസ്ട്രി അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റതിനെ കുറിച്ച് ലാലേട്ടൻ ഷഡ്ഡാണ്, ഒന്നും മിണ്ടുന്നില്ല, ഒരു അക്ഷരം മൂപ്പര് മിണ്ടുന്നില്ല. മൂപ്പര് മറ്റേ AMMA ചെയ്യുന്ന ലൈക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഞങ്ങളിത് ഒളിച്ചോടിയതല്ല, പുതുതലമുറയ്ക്ക് വരാന്നുള്ള എന്താ പറയുക, ഞങ്ങളെ നിർബന്ധിപ്പിച്ച് നിങ്ങൾ നിർത്തി പോസിബിലിറ്റിയെ കുറിച്ചിട്ട് മാത്രം സംസാരിക്കും. മൂപ്പര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ആ ഒരു ഈ റിപ്പോർട്ടിൽ അവരുടെ മൊഴി സബ്മിറ്റ് ചെയ്ത എല്ലാവരും ഇതിൽ ഇനി എന്തൊക്കെ ടെക്നിക്കലി മാറ്റം വരണം എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു കാണും. ആ പോയിന്റ് മാത്രം മൂപ്പര് സ്ട്രെസ് ചെയ്യണം, അല്ലാതെ അവർ അനുഭവിച്ച പ്രശ്നങ്ങളെ മൂപ്പര് അഡ്രസ് പറയുന്നില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് മീഡിയ ഉൾപ്പെടെ നിങ്ങൾ വളരെയധികം സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ല ഷോകൾ തന്നിരിക്കുന്ന മീഡിയയാണ്. ഞങ്ങളിപ്പോൾ പോലും മനോരമ അവരുമായിട്ടൊരു അസോസിയേഷനിൽ ചേർന്ന് ഞങ്ങളൊരു ഷോ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ് ഞങ്ങൾ വയനാടിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ കാർഗിൽ ഷോയ്ക്ക് സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നു, പ്രളയത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിരുന്നു. അല്ലാതെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്ത ഇൻഡസ്ട്രിയാണ്. അങ്ങനെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലീസിനോ അല്ലെങ്കിൽ അതിനെ അമ്മയെ അറിയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമല്ല, അമ്മയ്ക്ക് അതിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാം. ചില കുറ്റങ്ങൾ ഉണ്ടായേക്കാം, അതൊരു അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അല്ലാതെ അപ്പോൾ എല്ലാവർക്കും, അമ്മയിലുള്ള എല്ലാവർക്കും ഇതിനെതിരെ സംസാരിക്കാം. അമ്മയ്ക്ക് മാത്രമല്ല, സിനിമയിലുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമാണ്. ലാലേട്ട, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, AMMA എന്ന് പറയുന്നൊരു സംഭവം കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണ്. അംഗബലത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് ആ സംഘടന എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ
ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്ക് ഒരുപാട് മനുഷ്യന്മാരെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പൊളിറ്റിക്കലി ഒരു പാർട്ടിയേക്കാൾ ശക്തരായിട്ടുള്ള ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അകത്ത് വലിയ ഒരു ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്ര കാലം കഷ്ടപ്പെട്ട, ഞങ്ങൾ ഇത്ര കാലം ചെയ്തിരിക്കുന്ന, ഞങ്ങൾ ഇത്ര കാലം, അത് ഓക്കെ, അത് മറ്റൊരു സൈഡിൽ നടന്നോട്ടെ. പക്ഷെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒരു സ്ത്രീ സാരി ഉടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രം ഉടുത്ത് സെറ്റിലേക്ക് വരാൻ ഒരു പ്രാവശ്യം കൂടി ചിന്തിക്കേണ്ട ഒരവസ്ഥ മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്തുണ്ട് എന്നുള്ളതാണ് ഈ ഹേമ കമ്മിറ്റിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് കക്കൂസിൽ പോകുന്ന സ്ത്രീകളെ അടക്കം പിടിക്കുന്ന, പിന്നിൽ നിന്ന് പോയി പിടിക്കുകയും. ഇന്ന് വേറെ കാര്യം ഉണ്ടായിട്ടുണ്ട്. രാധിക ശരത് കുമാർ പറഞ്ഞിട്ടുണ്ട് ക്യാരവന്റെ അകത്ത് ഒളിക്യാമറ, എന്നിട്ട് ദൃശ്യങ്ങൾ കണ്ടിട്ട്. അതെ. അപ്പൊ ഈ ലാലേട്ടൻ പറയുന്നു അമ്മയിൽ പരാതി ഉന്നയിച്ചാൽ മാത്രം പോരാന്ന് പറഞ്ഞു. ബ്രോഡാഡിയുടെ സെറ്റിൽ വെച്ച് ഇത്തരം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അത് AMMയിൽ ആ ലേഡി പറഞ്ഞു. ആ ലേഡി പക്ഷെ അത് അറിയിച്ചിട്ടുണ്ട്, പൃഥ്വിരാജിന്റെ ടീം അറിഞ്ഞിട്ടുണ്ട്. ആ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നത് ഇൻഡസ്ട്രിക്കകത്ത് എന്തായാലും എല്ലാവർക്കും അറിയാത്ത കാര്യമില്ല. FKയില് എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം അവര് ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് ഈ വിഷയങ്ങളില് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വലിയ വീഴ്ച നിങ്ങൾ ഏതെങ്കിലും ഒരു സെന്റിമെന്റൽ സൈഡ് കാണിച്ചിട്ട് ആ വീഴ്ചയെ മറക്കാനാവില്ല. ഇത് സിനിമ ഇറങ്ങി സിനിമ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞ് ആ സിനിമ എങ്ങാനും ലൈക്ക് നമ്മൾ റിവ്യൂ പറഞ്ഞോണ്ടല്ല, സിനിമയ്ക്ക് നാട്ടുകാരന്റെ നെഗറ്റീവ് റെസ്പോൺസ് കൊടുത്താൽ ഓടി വരും എന്ത് ഇൻഡസ്ട്രിയെ തകർത്തു. ഇതിപ്പോ അതേപോലെയാണ്. ഇൻഡസ്ട്രിക്ക് അകത്തുള്ള കുറെ ആളുകൾ അതേ ഇൻഡസ്ട്രിക്ക് അകത്തുള്ള വേറെ കുറെ ആളുകൾ ഉപദ്രവിച്ചിട്ട് ലാസ്റ്റ് ഇത് പറയുന്ന പത്രമാധ്യമങ്ങളോടും നാട്ടുകാരോടും നിങ്ങൾ സിനിമേനെ തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, നിങ്ങൾ ഈ ഒരു വലിയൊരു നടനല്ലേ ലാലേട്ടാ, നിങ്ങൾക്ക് മാധ്യമങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഫേസ് ചെയ്തിട്ട് പൃഥ്വിരാജൊക്കെ ചെയ്തതുപോലെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. ഇത് നിരാശപ്പെടുത്തി ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ഇവിടെ നിന്ന് തുടങ്ങട്ടെ, കേരളത്തിൽ നിന്ന് ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട് ഇത് മാറട്ടെ. ഇത് എല്ലാ മേഖലയിലും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇതുപോലുള്ള ഒരു കമ്മിറ്റി, ഒരു പഠനം ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്ക് ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് ഒരു പഠന വിഷയമാകണം. അതിന് ഏറ്റവും സ്വാഗതാർഹമാണ്. എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള നിയമം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റേ ലൈൻ ജാങ്കോ ഞങ്ങൾ പെട്ടു നിങ്ങളും പെടുന്ന ലൈനാണ് ഇത്. മൊത്തത്തിൽ എല്ലാരെയും കൂടി കൂട്ടിയിട്ട് ലൈക്ക് എന്താ പറയാ, ഒരു ചോദ്യം ചോദിക്കുമല്ലോ, സിനിമയിലെ പ്രശ്നം ചോദിക്കുമ്പോൾ സിനിമയിൽ മാത്രമാണോ പ്രശ്നം? എന്താ നിങ്ങൾക്ക് ന്യൂസുകാർക്ക് പ്രശ്നമില്ലേ, പോലീസുകാർക്ക് പ്രശ്നമില്ലേ, ഡോക്ടേഴ്സിന് പ്രശ്നമില്ലേ? എല്ലാവരും കോമൺ ആയിട്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, ഇവിടെ മാത്രമല്ല എന്നുള്ള ലൈന് എല്ലാവരും പറയുന്ന ഒരു കാര്യം അല്ല. പൃഥ്വിരാജ് പറഞ്ഞതാണ് ശരി. ഞാൻ ഈ ഒരു വിഷയം ഫേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറ്റൊരാൾ അത് ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ വിഷയമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന ഘടകം. ഇത് മൂപ്പര് ഞങ്ങളത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ അവിടെ ഇരിക്കട്ടെ. നിങ്ങളെ അടുത്തും ഉണ്ട് പ്രശ്നങ്ങൾ, അവിടെയും പഠനം വരണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ ഒരു ക്രൈസിസിന്, നമുക്കിപ്പം ഇതിനു മുമ്പ് എന്താണ് നടന്നത്, വളരെ ഇന്ത്യ കാണാത്ത ഒരു വലിയ ദുരന്തമാണ് നടന്നത്, ഒരു ഉരുൾപൊട്ടൽ. പക്ഷെ അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു. പ്രളയം അതൊക്കെ അതിജീവിച്ചു. നിരപരാധിയായ ഒരുപാട് പേര് അതിൽ ഒഴിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് നമുക്കിതിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണം. കാര്യം ഈ ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു പോയാൽ പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുള്ള ഒരുപാട് പേര് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി. അത് വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അതിൽ സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്, അഭിനയിക്കാത്തവരുണ്ട്. അല്ല, ഇതെങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉരുൾപൊട്ടലിനോടും പ്രളയത്തിനോടും മൂപ്പര് എങ്ങനെ ഉപമിക്കും? സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അത് ഇത് ആണ്. അല്ല, മൂപ്പര് പറഞ്ഞത് എന്താ കേട്ടിങ്ങള്? ഉരുൾപൊട്ടൽ വന്നപ്പോ നമ്മൾ അതിജീവിച്ചു, പ്രളയം വന്നപ്പോ നമ്മൾ അതിജീവിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാ അതിജീവിക്കേണ്ട ആവശ്യം എന്താ? അത്രേ ഉള്ളൂ. അല്ല, അതിന്റെ ആവശ്യം എന്താ? അതെങ്ങനെ ഒരു ദുരന്തമായിട്ട് വരിക? അല്ല, ഇതെന്താ പറയാ, ഇത് മൂപ്പരെ എനിക്ക് തോന്നുന്നത് മോഹൻലാലിനെ നിർബന്ധിച്ചിട്ട് ആരോ അയച്ചതാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾ പോയിട്ട് കാര്യങ്ങളൊക്കെ പറ, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ പോലുള്ള ഒരാൾ പറഞ്ഞ ഇത് പ്രശ്നം കൂടിയതാണ്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടടിച്ചത് ഈ പോയിന്റാ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ അതിജീവിക്കാനുള്ള ഒരു സാധനമാണെന്നുള്ളത്. അതായത് ഒരുപാട് പേര് ഒരുപാട് കാലഘട്ടത്തിൽ ഒരുപാട് പേര് അനുഭവിച്ച പ്രശ്നങ്ങളും അതിലുള്ള പരിഹാരവും അതിങ്ങനെ ദുരന്തമായിട്ട് മൂപ്പര് എങ്ങനെ അത് ലൈക്ക് മലയാള സിനിമ ഇത് വരുമ്പോൾ മലയാള സിനിമ ഒരു ക്ലൻസിങ് പ്രോസസ്സിക്കാ പോവുക. അതായത് മലയാള സിനിമയിൽ നല്ലൊരു എന്താ പറയാ പുതിയൊരു വേ ഓഫ് എന്താ പറയാ കൾച്ചർ വരും.
എല്ലാവരും സേഫ് ആയിട്ടിരിക്കും, എല്ലാവർക്കും എല്ലാം കിട്ടും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂപ്പര് ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ദുരന്തമായിട്ട് ഉപയോഗിച്ച് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റിന്റെ ആവശ്യമില്ലായിരുന്നു. ഇത് പ്രസ് മീറ്റ്, ഇത് മൂപ്പര് അവിടെ വന്നപ്പോ പിന്നെ രാജാക്കിയതാ. ഇത് കയ്യിന്ന് പോകും. ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞതിൽ എൻ്റെ അഭിപ്രായത്തിൽ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. കേരള പോലീസല്ലേ നോക്കണ്ട, ഞാനാണോ? പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടാണ് വന്നത്, പക്ഷെ എനിക്ക് ഉത്തരങ്ങളില്ല. കാര്യം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, നിങ്ങളുടെ കയ്യിലാണ് ഈ കാര്യം നിൽക്കുന്നത്. തീർച്ചയായും ഞാനാണോ പറയേണ്ടത്? തീർച്ചയായിട്ടും വേണ്ടേ? അതിനെന്താ സന്ദേശം? അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ നിയമ നിർമ്മാണ ഒരു സംവിധാനത്തിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറയോ? അങ്ങനെയല്ലേ വേണ്ടത്? ഞാൻ അതല്ലേ പറഞ്ഞത്. ലാലേട്ടൻ ഇത്ര നേരം പറഞ്ഞത്, ലാലേട്ടൻ ഒരു മീഡിയക്കാരും ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതല്ല. മൂപ്പര് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് തൊട്ടും തൊടാതെയും ഒരു കാര്യം പറയേണ്ടിയിരുന്നു. അത് മൂപ്പര് വന്ന് പ്രസന്റ് ചെയ്തു. പോവാൻ നേരത്ത് 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാന്ന് വിചാരിച്ചതാ. ലാസ്റ്റ് എന്തായി? ചോദ്യം കേട്ടപ്പോ മൂപ്പര് എനിക്കൊന്നും പറയാനില്ല. അല്ല, ഇതിൽ എന്താ പറയാ, മൂപ്പര് ഉത്തരങ്ങൾ കൊടുക്കണോ കൊടുക്കേണ്ടയോ എന്നുള്ളതൊക്കെ മൂപ്പരുടെ ചോയ്സ് ആണ്. പക്ഷെ മൂപ്പര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നടൻ മോഹൻലാൽ എന്ന് പറയുന്നത് ഐക്കണാണ്, ഒരു ഐക്കണായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് മോഡലായിട്ടുള്ള, ഒരുപാട് ഇപ്പോൾ വയനാട്ടിലേക്ക് മിലിറ്ററി യൂണിഫോം ഇട്ട് വന്ന സമയത്ത് അടക്കം പറഞ്ഞത് അദ്ദേഹത്തിനെ കണ്ട് മിലിറ്ററിയിലേക്ക് ആൾക്കാർ പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇത്രയും ബലഹീനനാണ്, എനിക്ക് ഒരു വിഷയത്തിൽ പ്രതികരിക്കാനാവില്ല എന്ന് പറയുന്നിടത്ത് കേവലം ഒരു സിനിമാ നടനപ്പുറത്ത് നിങ്ങൾ ഒന്നുമല്ല എന്ന് നിങ്ങൾ ഇവിടെ തെളിയിക്കുക. ഇതെന്താ പറയുക, പേഴ്സണൽ ലൈഫിൽ ഓക്കെ, ഇതൊരു പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവരുത്. നിങ്ങൾ ജഗദീഷ് ശ്രീകുമാറിനെ പഠിക്കൂ, നിങ്ങൾ രഞ്ജി പണിക്കറിനെ പഠിക്കൂ, നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരനെ പഠിക്കൂ, ജഗദീഷ് ശ്രീകുമാറല്ല, ജഗദീഷിനെ പഠിക്കൂ, രഞ്ജി പണിക്കറിനെ. ഇവരൊക്കെ ഒരു സ്റ്റൈൽ, അവരത് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ആംഗിൾ, അതായത് അവരെ കാണുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഇപ്പൊ ലാലേട്ടൻ ഇങ്ങനെയാണെന്ന് വെച്ചോളൂ, ഇന്നാലും പറയേണ്ട പോയിന്റുകൾ പറയാം. അതെ, അല്ല ചോദ്യങ്ങളെ ഭയക്കാതിരിക്കുക, നമ്മള് ഒരു നിലപാടിൽ നിൽക്കുക. ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മൂപ്പർക്ക് പറയാം എന്ത് താല്പര്യമില്ല, എനിക്ക് ഉത്തരം പറയാൻ താല്പര്യമില്ല, ഞാൻ ഓൾറെഡി ബ്രീഫ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഈ മീഡിയ ഇത് ആഘോഷിക്കുന്നില്ല, മീഡിയക്ക് ക്ലീൻ ചീറ്റ് കൊടുക്കുമെന്നല്ല ഞാൻ. പക്ഷെ ഇനിയിപ്പോ എന്താ അറിയോ, ഇനിയിപ്പോ നമ്മളിപ്പോ ഈ ലാലേട്ടൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞവര് പറയാൻ പോണ എന്താ അറിയോ, മിണ്ടാതിരുന്നപ്പോ അത് കുറ്റം, മിണ്ടിയപ്പോ ഇത് കുറ്റം. അതാണ് കേൾക്കാൻ പോണത്. ഈ വീഡിയോനടിയിൽ വരാൻ പോണ ലാലേട്ടൻ കമന്റ്സ്, മറ്റേ ഫാൻസ് കമന്റ്സ് അതാണ്. അല്ല, ഇത് ലാലേട്ടനായെങ്കിലും മമ്മൂട്ടി ആയെങ്കിലും അതുപോലെ തന്നെ സുരേഷ് ഗോപി ആയെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കി, ഇതിൽ എന്താ ഉള്ളത്? ഇത് മൂപ്പർക്ക് എഴുതിയിട്ടാ പോരാ ബ്ലോഗില്. അതെ, എഴുതി മൂപ്പര് നന്നായിട്ട് എഴുതുന്ന ആളാ. അതെ, ഹേമ കമ്മിറ്റി ഉണ്ടോ? ഒന്നും എഴുതിയിട്ടില്ല. അടുത്ത് നോക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതിനൊരു വിധേയരായവരല്ലേ, എന്താണെന്നൊന്നും അറിയില്ല. ഇതിനു മുമ്പും ഇതിലും വലിയ കാര്യങ്ങൾ നടത്തിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സിനിമയിലും ഒരുപാട് കാര്യങ്ങൾ വന്നവരുണ്ട്. സിനിമയിൽ മാത്രമല്ല, അതിലിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അത് ഒരു നിയമം എന്ന് പറയുന്നത് പോലീസിൻ്റെയോ അല്ലെങ്കിൽ കോടതിയുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. കാര്യം അത് സംഭവിച്ചു പോയി. അത് ഇനി സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് സംഭവിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അപ്പം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളെ കാണുമ്പോൾ ചിരിക്കുകയും ഞങ്ങളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത്? അത് തെറ്റാണ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ സംസാരിച്ചു എന്നാ പറയും. ഞാൻ പറഞ്ഞ ഇത് തന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടത്? എനിക്കതിനെക്കുറിച്ച് അറിയില്ല. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞത്, അതിന് നിയമമുണ്ട്, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഞാൻ വിചാരിച്ചാലാണോ നടക്കുന്നത്? അതിന് പോലീസുണ്ട്, ഒരു ഗവൺമെന്റ് മെഷീനറി ഉണ്ട്, കോടതിയുണ്ട്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇതിൽ കൂടുതൽ എന്താണ്? അതെ, ഇതെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ മുഴുവൻ അതല്ലേ അവസരം. നിങ്ങളും കൂടെ ചേർന്ന് അതിനെ സഹായിക്കൂ. ഞാൻ എന്താ പറയണ്ട അദ്ദേഹത്തിന്? ഞാൻ അതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഒളിച്ചോട്ടമല്ല, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് എനിക്കറിയാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയാൻ?
മോനെ എനിക്കൊന്നും പറയല്ല മോനെ, മൂപ്പര് എന്ത് പറയാനാന്ന് മൂപ്പര് ചോദിക്കുന്നത്. ഞാൻ ഇപ്പോൾ കാതർഭായി ഞാൻ ഒരു കാര്യം പറയട്ടെ, മൂപ്പര് ഈ പറയുന്നത് പോലീസ് കോടതി എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും പറയാനില്ല, ഫൈൻ, അഗ്രീഡ്, ഒന്നും മൂപ്പർക്ക് പറയാനില്ല, സമ്മതിച്ചു. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്രത്തോളം ചർച്ച വരാനുണ്ടായ കാരണം എന്താ? പേരുകൾ ഇല്ല, പലരുടെയും വ്യക്തികളുടെ അവരുടെ പേഴ്സണൽ തിങ്സ് അവിടെ തന്നെ നിൽക്കണം, അവരുടെ ആ ഒരു പേഴ്സണൽ ഡാറ്റാസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവരുടെ പേരുകൾ പുറത്ത് വിടുന്നില്ല. ഇതാണല്ലോ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ഇത് ഇമേജ് പ്രൈവസി വയലേഷൻ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. ഈ റിക്വസ്റ്റ് ഒക്കെ പോയത് എവിടുന്ന? ആരാണ് ഈ റിക്വസ്റ്റ് ചെയ്തത്? ശരിക്ക് ലാലേട്ടനടക്കം ഇവിടെ വന്ന് നിന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയാനുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പേരുകളുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തിയാൽ പോരെ, അതല്ലേ വേണ്ടിയിരുന്നത്. ഇത് പേരുകളില്ലാതെ പൊതുഖജനാവുന്ന 1,06,55,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് പഠിച്ച് പുറത്തിറക്കിയിട്ട് അതിനകത്ത് പല്ലും നഖമില്ലാതെ പുറത്ത് വരുമ്പോൾ മീഡിയ ആണെങ്കിലും ജനങ്ങളാണെങ്കിലും ഇങ്ങനെയല്ലേ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഒപ്പം നിന്ന് ചെയ്യാം, ഒപ്പം നിന്നിട്ടാണല്ലോ ചെയ്യണേ. അല്ല, ഇതെന്താ പറയുക, ഒരു വ്യക്തി അയാളുടെ ജോലി ആവശ്യാർത്ഥത്തിന് വേണ്ടിയിട്ട് ഒരിടത്തേക്കാണോ പെണ്ണോ വരുന്ന സമയത്ത് അയാളെ യൂട്ടിലൈസ് ചെയ്ത് അയാളെ വഞ്ചിച്ച് ഒരു രീതിയിലും അയാളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അയാളെ നശിപ്പിച്ച് കളയുന്ന ഒരു സംസ്കാരമാണ് ഹേമ കമ്മിറ്റിക്കകത്തുള്ളത്. അത്രയും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ചൂഷണം ചെയ്യുന്ന കുറേ ടീം ഉണ്ടാകാം. ഒരു ജോലി കഷ്ടപ്പെട്ട് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ, എസ്പെഷ്യലി സ്ത്രീകൾ, അവരവിടെ വരുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു യാതനയും നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവരെങ്ങനെ, ചിലപ്പോൾ പ്രതികരിക്കാൻ അവർക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ പോകും, എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം പോകുമ്പോൾ ഈ ഒരുപാട് സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ. പലരെയും വഞ്ചിച്ചിട്ട് പലരും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യന്മാർ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് കാണിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സമീപനങ്ങൾ എല്ലാവരും അല്ല, ഒരു 10-20% വരുന്ന അത്തരത്തിലുള്ള ഇരകളുണ്ട്, അവരുടെ കൂടെ നിൽക്കുക. മൂപ്പര് പക്ഷേ സ്റ്റിൽ പറയുന്നത് ഞങ്ങളെ ഒറ്റപ്പെടുത്തി, ഞങ്ങളെ കുറ്റക്കാരാക്കി, മീഡിയ അടക്കം. അല്ല, ഇപ്പോഴും മൂപ്പര് ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഹേമ കമ്മിറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നൊരു പ്രയോഗം മൂപ്പര് നടത്തുന്നുണ്ടോ? പറയുന്നില്ല. എന്തുകൊണ്ട്? ആ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്ത് അതുമില്ല. എന്താ പറയുന്ന അറിയോ, ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് മലയാള സിനിമയിൽ വരേണ്ട ഒരുപാട് മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അല്ല, അത് സംസാരിക്കണം ലാലേട്ടാ, ഈ ടോയ്ലറ്റ് പോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട ശ്രദ്ധ ഇതായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? അത് നല്ലൊരു കാര്യത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കോ? അപ്പം ഞങ്ങൾ ഉറപ്പായിട്ട് സഹകരിക്കും. കാര്യം അതല്ലേ, ഒരു ശുദ്ധീകരണത്തിന്, ഒരു നല്ല കാര്യത്തിന്, നടക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് സഹകരിക്കുമെന്നുള്ള ചോദ്യം അത് പ്രസക്തമല്ല. സഹകരിക്കും. ഇപ്പൊ ഈ WCC അമ്മ എന്നൊക്കെ ഉള്ള വിഷയം വിടും, മലയാള സിനിമയെ പറ്റി സംസാരിക്കൂ. അതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യൂ. പുതിയൊരു ഇലക്ഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വരാം. അതിനെന്താ കുഴപ്പം? നമുക്ക് ഒരാളോടും ഒരു ഇതിലില്ല. ഇതിൽ അഭിനയിക്കുന്ന വിലക്കുകൾ എന്നൊക്കെ പറഞ്ഞു. ഇത് ഈ അമ്മ മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഘടനകളില്ലേ, അവരുമായിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കൂ, അവരുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുക്കൂ, അവരുമായിട്ട് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കൂ. സിനിമയെ കുറിച്ചല്ല, തൃശ്ശൂർ പൂരത്തിനെ കുറിച്ചിട്ടാണോ നാട്ടിലത്തിന് ദിവസം സംസാരിച്ചതിൽ ആലേട്ടാ സീരിയസ് ആയിട്ട്. പിന്നെ മൂപ്പര് പറഞ്ഞ എല്ലാ സംഘടനകളും ഉണ്ട്. AMMA അസോസിയേഷൻ, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി മോഹൻലാൽ പ്ലസ് സിദ്ദിഖ്, ബാക്കി ഇതിന്റെ ഭാരവാഹികൾ ഫെഫ്ക, ഫിയോക്ക്, ബാക്കി എന്തൊക്കെയുള്ളത് കുറെ അസോസിയേഷൻസ് വേറെ ഉണ്ട്. ഇതിനൊക്കെ തലപ്പത്തിരിക്കുന്ന ആരാ? ഇവരുടെ തന്നെ ഫ്രണ്ട്സ്, ഇവര് പറഞ്ഞാ കേൾക്കുന്നവര്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവരെ ചോദിക്കേണ്ടി ആവശ്യം ഒരു ലോജിക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നത് അട്ടർ വേസ്റ്റ് പ്രസ് മീറ്റ് എന്നാണ്, വെറുതെ ആയി പോയത്. നമുക്ക് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെയാണെന്നൊക്കെ അറിയട്ടെ. എന്നാലല്ലാതെ എന്തിനു ചോദിച്ചാൽ ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ട ഒരാളല്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഇങ്ങനെ അറിയുമോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് വരട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഞാൻ ഇങ്ങനെയാണ് കാണുന്നത് ഈ റിപ്പോർട്ട്. എന്നെ വിളിച്ചതാണ്, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ പിന്നെ കൃത്യമായി വെച്ചിരിക്കുന്നത്? ആ റിപ്പോർട്ടുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? അത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അവരത് പഠിച്ചിട്ട് പറയട്ടെ. എനിക്കില്ലേ, നിങ്ങൾക്ക് ഉള്ള അറിവാണ് എനിക്കും.
അങ്ങനെ പൊതുസമൂഹത്തിനൊന്നും ബോധ്യമായിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമായെന്ന് അങ്ങനെ പറയും. നിങ്ങൾ പൊതുസമൂഹത്തിന് ബോധ്യമാകരുത്. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, ഒന്ന് ശ്രമിക്കുക. എന്നെ പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, താങ്ക് യു വെരി മച്ച്. റിപ്പോർട്ട് കണ്ടിട്ടില്ലേ ലാലേട്ടാ? ഈ പ്രസ് മീറ്റ് വേണ്ടായിരുന്നു ലാലേട്ടാ. കാരണം ഏതൊരു മലയാളിക്കും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് ഇനി എന്തിനേക്കാളും അപ്പുറത്ത് ഒരു 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 പേഴ്സണലി വികാരമാണ്, നമ്മുടെ ഒരു വികാരമാണ്. പക്ഷെ നിങ്ങൾ എന്താ ഇപ്പൊ കാട്ടിക്കൂട്ടിയത്? നിങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെട്ടിറങ്ങി പോവാണ് ലാലേട്ടാ. നിങ്ങൾ എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാ പ്രാവശ്യം ഈ മീഡിയാസിന്റെ തെറ്റുണ്ടാവാറുണ്ട്. മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ കരകരാന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് മാധ്യമ പ്രവർത്തകർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇത് വേണ്ടായിരുന്നില്ല അല്ലാണ്ട് ഇത് പറഞ്ഞ പോയിന്റ് കേട്ടോ. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല എന്നാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ എനിക്ക് AMMAയുടെ പ്രസിഡന്റ് ആയിട്ട് ലാലേട്ടൻ ഇരിക്കുമ്പോഴാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഒന്നും അല്ലാത്ത നമ്മളെ കയ്യിലടക്കം ഇതിന്റെ ഒരു കോപ്പി നീ എനിക്ക് അയച്ചത്. ഈ സാധനത്തിന്റെ കോപ്പി എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഓൾമോസ്റ്റ് ഇതിൽ സംസാരിക്കുന്നത് അപ്പൊ ഒരു അസോസിയേഷന്റെ, അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ അസോസിയേഷൻ AMMA അസോസിയേഷന് തലപ്പത്തിരിക്കുന്ന പ്രസിഡന്റ് ആരെങ്കിലും ഒരാൾ ബ്രീഫ് ചെയ്തെങ്കിലും കൊടുക്കില്ലെങ്കിൽ അല്ല പിന്നെ എങ്ങനെയാണ് ലാലേട്ടാ നിങ്ങൾ അതിനകത്ത് മറ്റു പല കാര്യങ്ങളും പറയുന്നത്? നിങ്ങൾ വായിക്കാത്ത, നിങ്ങൾ അറിയാത്ത, നിങ്ങൾ പഠിക്കാത്ത ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെ അതിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്ന് പറയുന്നത്? സൊല്യൂഷൻ ഉണ്ട്, സിനിമ നന്നാക്കാനുള്ള സൊല്യൂഷൻ. അപ്പൊ ഒരു കാര്യം നമ്മൾ പറഞ്ഞ പോയിന്റിലേക്ക് എത്താം. ഒറ്റ കാര്യം, ലാലേട്ടൻ ആരോ പറഞ്ഞയച്ചതാണ്, നിങ്ങളെ പെടുത്തിയതാണ് ലാലേട്ട. നിങ്ങൾ അവരെ ഇത് കഴിഞ്ഞൊന്ന് വിളിച്ചിട്ട് വേണ്ട പോലെ പറഞ്ഞു. ലാലേട്ടൻ ആദ്യം പെടുത്തിയത് ആരറിയോ? ഇപ്രാവശ്യം പ്രസിഡന്റ് ആവാൻ ലാലേട്ടൻ താല്പര്യമില്ല. ഇവരെല്ലാരും കൂടി അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ പ്രസിഡന്റ് ആയി. ഇപ്പൊ ഈ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ബാത്റൂമിലായിട്ട് ഒരു കോള് ഉണ്ട്. എവിടെയാണ് നിങ്ങളൊക്കെ? എന്റെ ലാലേട്ട തമാശയൊക്കെ ഒന്നും അല്ല ലാലേട്ട, മറിച്ച് എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. കാരണം ഞാൻ ആകെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനി എമ്പുരാനൊക്കെ ഞങ്ങൾ എന്ത് വികാരത്തിൽ കാണും എന്നുള്ളതാണ്. അല്ല ലാലേട്ടൻ സ്ക്രീൻ പ്രസൻസ് വേറെയാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ലൈക്ക് പേഴ്സണൽ ലൈഫിൽ ചിലപ്പോ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ പുലിയായിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എലിയായിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് വരും. അത് മനുഷ്യരാണ്. ഇത് റെസ്പോണ്ട് പക്ഷെ ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. പക്വതയില്ലായ്മയാണ് കാണാൻ വേണ്ടി സാധിച്ചത്. ഒരു വിഷയത്തിലെ പക്വതയില്ലായ്മ ഈ ലാസ്റ്റ് പറഞ്ഞതോടുകൂടി എല്ലാം പോയി, എല്ലാം പോയി. ഇനി നിങ്ങൾ മോഹൻലാലിനെ ആരാധിക്കുന്ന, മമ്മൂട്ടി ആരാധിക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, ഇതൊന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യും. നമ്മൾ ഈ ലാസ്റ്റ് പോർഷനില്ലേ ഒന്ന് ഫസ്റ്റ് വെക്കാൻ പറ്റുമോ? എന്നിട്ട് എന്താ പറയുക, അതൊന്ന് കാണട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിത് പറഞ്ഞ് ലാസ്റ്റ് പോയില്ല, ഇത് എഡിറ്റ് ചെയ്തിട്ട് ഈ സാധനം ഒന്ന് വെച്ചിട്ട് അതിൽ നമ്മളെ റിയാക്ഷൻ ഒന്ന് വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണ് മൂപ്പര് ചെയ്തിട്ടുള്ളത്? നമ്മളൊരു ചെറിയ സംഘടനയുള്ള പ്രതിനിധികളാണ്. നമ്മൾക്കെതിരെ നമ്മൾ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നു. നമ്മൾ പ്രസ് മീറ്റ് വിളിച്ചു. ആ പ്രസ് മീറ്റിൽ ഓരോ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി നൽകി. വലിയ അലിഗേഷനുകൾ ഉണ്ടായിരുന്നു, എല്ലാത്തിനും മറുപടി. അത് പൊങ്ങച്ചായിട്ട് പറയുന്നല്ല, അഡ്രസ് ചെയ്തിട്ട് നമ്മൾ പറയണം. നമ്മൾ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോകണം എന്ന്, അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പോകണം. നമ്മൾ ആരും 100% ശരിയാണെന്നല്ല എന്റെ അഭിപ്രായം. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും AMMAക്ക് എതിരെ വരുന്ന ഈ കാര്യങ്ങൾ. കാരണം ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറോ ഒരു കോണ്ടന്റ് ക്രിയേറ്ററോ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ ന്യൂസിൽ വന്നാൽ ഫസ്റ്റ് കിക്കിനാണ് തെറിവിളി. അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. പക്ഷെ നമ്മളത് നമ്മുടെ അംഗം പോലും ആയിരിക്കില്ല. പക്ഷെ ഞങ്ങള് അതിനെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാറുണ്ട്, നമ്മളത് അഡ്രസ് ചെയ്യാറുണ്ട്. നിങ്ങൾ നോക്ക്, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കിക്കിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ ആ വിഷയത്തിൽ റെസ്പോൺസ് വരാറുണ്ട്. അതൊരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതൊരു ജനാധിപത്യ മര്യാദയാണ്. വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ചോദ്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. ലാലേട്ട വെരി ബോർ, വളരെ മോശം. ഇത് ഇനി ലാലേട്ടൻ ഉത്തരം പറഞ്ഞപ്പോ ഇനിയിപ്പോ നിങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരാൾ പറയണമെന്നില്ല. പക്ഷെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗ്രാവിറ്റിയിൽ സംസാരിക്കും. അതെ. പക്ഷെ എനിക്ക് ആ പഴയ പണ്ടൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇന്റർവ്യൂകളിൽ വന്നിട്ട് സംസാരിക്കുന്ന ലാലേട്ടന് വ്യക്തമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കില്ല എങ്കിൽ പോലും
കുറുക്ക് കൊള്ളുന്ന മറുപടികൾ പലപ്പോഴും കാണാൻ പറ്റിയിരുന്നു. ആ ലാലേട്ടനെ അല്ല എന്ന് കാണാൻ വേണ്ടി പറ്റി. അത് ലാസ്റ്റ് പറഞ്ഞു പോയത് കേട്ടോ. ലാസ്റ്റ് അതെ, ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞാൻ പറയാനുള്ള സമയത്ത് ആ റിപ്പോർട്ടർ കയറി സംസാരിച്ചുകൊണ്ട് ഞാൻ പോവാണിത്. അത് മാത്രമല്ല ഏതൊരു മൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. അത് അങ്ങനെയല്ല, അപ്പുറത്തുള്ള വേറെ ആളല്ല. മൂപ്പര് അയാൾ റിപ്പോർട്ടർ ഞാൻ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചു. അവിടെ ഞാൻ പോവാൻ ഒരു കാരണം കിട്ടണം. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഇന്ന് ആരും മൂപ്പരെ വിളിച്ചു പോകരുതെന്നാണ് മീഡിയക്കാര്. മൂപ്പരുണ്ടല്ലോ ലെഫ്റ്റനന്റ് തോക്കുണ്ട് എടുത്ത് ചാമ്പു. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തി ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു കേസ് എടുക്കട്ടെ. പിന്നെ ഇതില് ഞാനൊരു കാര്യം, നമ്മുടെ സിസ്റ്റം വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഈ ഒരു കേസ് വന്നു, സിസ്റ്റം എന്താ ഇവിടെ ചെയ്യേണ്ടത്? പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ജനഗണമനയിൽ പറഞ്ഞു ഇൻസ്റ്റന്റ് ടീ പോലെ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമല്ലാന്ന്. ഞാൻ പറഞ്ഞു ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമാണ്. നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടൂ, നിങ്ങൾ പണിയെടുക്കൂ. ഇതിൽ പ്രശ്നമുണ്ട്. 2012, 13, 14 കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ വന്ന് പറയുന്ന മൊഴി മാത്രമാണ്. ഈ സ്ത്രീ വന്ന് ഇപ്പൊ ഈ ഇവർക്കെതിരെ, ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെയൊക്കെ കേസ് കൊടുത്ത സ്ത്രീ പറഞ്ഞത്, എന്റെ കയ്യിൽ എന്തിനാ മെറ്റീരിയൽ എവിഡൻസിന്റെ ആവശ്യം, ഞാനൊരു സ്ത്രീയാണ്, ഞാൻ പറയുന്നതാണ്. അതെ, അല്ല ഇതിലിപ്പോ ഒരു ക്ലാരിറ്റി. നമ്മളിപ്പോ വേറൊരു ഇതാ, സിദ്ദീഖിനെതിരെ പരാതി കൊടുത്ത അത് ജീവിത മസ്കറ്റ് ഹോട്ടലിലെ രജിസ്ട്രേഷൻ സാധനങ്ങൾ പറഞ്ഞു, അത് കിട്ടി. ഇത് ആ സ്ത്രീ വെളിപ്പെടുത്തിയ സമയത്ത് അപ്പൊ തന്നെ പോകേണ്ടിയിരുന്നു. 48 ഹവേഴ്സിന്റെ ഉള്ളിൽ ഇത് ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ ഒരു ഫീഡ്ബാക്ക് വേറെയാണ്. ജെനുവിൻ കേസാണ്, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണെന്നുള്ള ഒരു പോലീസ് സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ മുകേഷിന്റെ കേസ്, ഇരയെ ചോദ്യം ചെയ്തിട്ടുണ്ട്, മുകേഷിനോടും ചോദ്യം ചെയ്തിട്ടുണ്ട്. മുകേഷിന്റെ കയ്യിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഞങ്ങളുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. അല്ല, അത് 2009. 2022 ഈ പണം ആവശ്യപ്പെട്ടിട്ട് ഇന്നലെ മുകേഷ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങൾ കൊടുക്കുന്നു. അതൊന്നും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ പുറത്തു വരുമ്പോൾ ഏത് ഭാഗം ശരി, ഏത് ഭാഗം ശരിയല്ല, നിങ്ങളുടെ ഭാഗം ശരിയാണോ? ജനം നിങ്ങളെ തെറി വിളിച്ചതിന് പകരം നേരെ തിരിച്ചു വിളിച്ച് അവരെ തെറി വിളിക്കാൻ പോകും. അപ്പൊ നിങ്ങളോടൊപ്പം ആൾക്കാർ കൂടും. സ്പീഡ് ചെയ്യും, ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നടപ്പിലാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഈ നീതി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ നീതി ന്യായ വ്യവസ്ഥകൾ വളരെ സ്ലോ ആണ്. ഇവിടെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടാൻ 10, 5, 6 വർഷം വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ആരുടെങ്കിലും എതിരെ പീഡനം ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞു തെളിയിക്കാനും അത്ര പണിയുണ്ട്. അപ്പോ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് പ്രായോഗികമാകണം. കാരണം വേഗത കൂട്ടണം, നടപടിക്രമങ്ങളുടെ വേഗത. ഈ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറയുമ്പോഴേ അത് വേറെ രീതിയിൽ ആളുകൾ മോബ് ക്രിയേറ്റ് ആയിട്ട് അവിടെ ആൾക്കൂട്ട ആക്രമണത്തേക്കൊക്കെ പോകും. ഒരിക്കലും അല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇൻസ്റ്റന്റ് ജസ്റ്റിസ് നിയമപ്രകാരം പോകണം. ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾക്ക് നടപടിക്രമങ്ങളുടെ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ നീതി വേഗത്തിൽ നടപ്പിലാക്കാൻ പറ്റും. ഇവിടെ ഒരു പെൺകുട്ടിയെ പരസ്യമായി പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് തൂക്കുകയറ് കൊടുത്തത് 5-6 വർഷങ്ങൾക്ക് ശേഷമാണ്, 7 വർഷങ്ങൾക്ക് ശേഷമാണ്. 7 വർഷങ്ങൾക്ക് ശേഷം തൂക്കുകയറ് കൊടുക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ കൈകൊട്ടി ആഘോഷിക്കുകയാണ്. ഇവിടെ നീതി വൈകുന്നതിന്റെ കാരണം ഈ സിസ്റ്റത്തിനകത്തുള്ള നടപടിക്രമങ്ങളുടെ മെല്ലെപ്പോക്ക് സമ്പ്രദായമാണ്. ഇത് ഒഴിവാക്കണം. കൃത്യമായ ഇടപെടൽ, സാങ്കേതിക സാഹചര്യങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മറുപടി പറയേണ്ടത് ഏമമേക്കപ്പുറത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾക്കപ്പുറത്തൊക്കെ ഇതിൽ മറുപടി പറയേണ്ടത് ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ സിസ്റ്റമാണ്. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന ഇടത്ത് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ, ആ പിക്ചറിലൂടെ തെറ്റ് ചെയ്യാത്ത ആളുകളെ ക്ലിയർ ആയി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോ എന്താ പറയുക, ഇത് ആളുകളെ കൺഫ്യൂസ്ഡ് ആയി പോവാ. അല്ല, ഇതില് ലാലേട്ടൻ ഇനി അമ്മയുടെ പ്രസിഡന്റ് ആവരുത്, പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെയും കൊണ്ടുവരും, വെറുതെ മൂപ്പരെ കൊണ്ടുവരികയാണ്. എനിക്ക് ലാലേട്ടനാണെങ്കിലും ഇപ്പൊ മമ്മൂട്ടി ആണെങ്കിലും അവരൊക്കെ ഒരു വിഷയത്തിൽ വ്യക്തമായൊരു നിലപാട് പറയുന്ന ഒരാളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവര് നല്ല അഭിനേതാക്കളാണ്, അവര് നല്ല കഴിവുള്ളവരാണ്, എല്ലാം ശരിയാണ്. പക്ഷെ രാജ്യത്ത് നടക്കുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇമേജിന് കോട്ടം തട്ടുമോ എന്ന് പേടിച്ചിരിക്കുന്ന, തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബലഹീനതയുടെ മുഖങ്ങളായി ഈ പ്രമുഖ സൂപ്പർ താരങ്ങൾ മാറുന്നു. നമ്മൾ അങ്ങനെ കാണുന്നത് നമ്മളെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നമ്മളെ തെറ്റാണ്. ഞാൻ പറയുന്നത് നമ്മളെ തെറ്റാണ്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് നമ്മളെ തെറ്റാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, നമ്മളെ തെറ്റാണ്. കാരണം അവരങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. അല്ല, സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആവണമെന്നില്ലല്ലോ. ഞങ്ങളത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ മറ്റേ എക്സാമ്പിൾ പറയാം. ഞാൻ ബിഗ് ബോസ് പോയപ്പോ പാസ്സാവുന്ന എല്ലാവരും
അത് കിട്ടണമെന്നില്ലല്ലോ. അല്ല, ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ അവരെ പോലെ ആകണം ഇവരെ പോലെ ആകണം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് അങ്ങനെ പറയുന്നതല്ല, സമൂഹത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. AMMയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന അതെ ലാലേട്ടൻ ആ സ്ഥാനം ഒഴിഞ്ഞു വന്നാൽ പോലും ആ സ്ഥാനത്ത് ഇരുന്നപ്പോ ഒരു ഉത്തരം കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ അതിനൊരു ഉത്തരം കൊടുക്കുമ്പോൾ ക്ലിയർ കട്ട് ആയിട്ട് കൊടുക്കുക. അതെ അതെ അതെ. അല്ല, ഇതില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തമിഴ്നാട് ഇൻഡസ്ട്രി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ചൂഷണങ്ങളുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ അവിടെ നെഞ്ചു നിവർത്തിയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന നടന്മാരുണ്ട് എന്നുള്ളതാണ്. അതൊരു പ്രതീക്ഷയാണ്. നോക്കൂ, തമിഴ്നാട്ടിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായി മറുപടി കമൽഹാസൻ വരുന്നു, സ്റ്റാലിൻ വരുന്നു, ഉദയനിധി സ്റ്റാലിൻ വരുന്നു, അതോടൊപ്പം തന്നെ വിജയ് വരുന്നു. എൻടയർ ടീമിന്റെ അഭിപ്രായങ്ങൾ അവർക്ക് ഇപ്പൊ വിജയ് ഒക്കെ ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളിലേക്ക് വരെ അന്വേഷണം വരും എന്നറിഞ്ഞിട്ട് പോലും കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടിയിട്ട് നിലപാട് പറയുമ്പോൾ അദ്ദേഹം ഒന്ന് എണീറ്റ് നിൽക്കുമ്പോൾ ഒരു വലിയ ജനവിഭാഗം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുമ്പോൾ നിലവിൽ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോവാണ്. കാരണം എന്താ? കഴിവുള്ളവൻ, പ്രാപ്തിയുള്ളവൻ, നിലപാടുള്ളവൻ, ആർജവമുള്ളവൻ രംഗത്ത് വരുമ്പോൾ അവന്റെ കൂടെ ആയിരങ്ങൾ നിൽക്കും. അവന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റുമെന്ന് തോന്നും. ബലഹീനതയുടെ മുഖം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു വലിയ വലയമുണ്ടല്ലോ, ആ വലയം നിങ്ങൾ തന്നെ ഭേദിക്കുകയാണ്. നിങ്ങൾ ആ വലയത്തിന് പുറത്തേക്ക് പോകണം, വീക്കായിട്ട് കാണിച്ചു കൊടുക്കാണ്. ഇത് ഞാനിപ്പോ പറയാം, ഈ ആദ്യമൊക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് അതെ, എന്താ പറയാ, ഞാനൊരു ലാലേട്ടൻ ഫാൻ ബോയ് ആണ്. പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫാൻ ബോയ് ആണ്, ലാലേട്ടൻ ഫാൻ ബോയ് ആണ്. അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാ ഞാൻ. വയനാട്ടേക്ക് ലാലേട്ടൻ യൂണിഫോം ഇട്ട് പോയ സമയത്ത് വരെ പലയിടങ്ങളിൽ കമന്റ് എഴുതിയിട്ട ഒരാളാണ്. ആ നിലപാട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ എന്തിനാ അദ്ദേഹത്തെ പറഞ്ഞത്? ഇത് നിരാശപ്പെടുത്തും. അപ്പൊ ഓക്കെ ബൈ, പോവാ, ഞങ്ങൾ പോവാണ്. ടാറ്റ.